algebraic form of arithmetic sequence. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണിത്. സോ ഈ ടൈപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് algebraic form of arithmetic sequence എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് let us answer the following question. What is the next term of the sequence 3, 5, 7, etc. 3, 5, 7 എന്ന ശ്രേണിയിലെ അടുത്ത പദം എന്താണ്? സോ ഇവിടെ ഈ ഒരു തന്നിരിക്കുന്ന സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 3, 5, 7 കഴിഞ്ഞാൽ അടുത്ത ടേം 9 തന്നെ ആകണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. 3, 5, 7 എന്ന സീക്വൻസിലെ നെക്സ്റ്റ് ടേം 9 ആകാം അല്ലെങ്കിൽ 11 ആകാം എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സീക്വൻസ്, ഒരു നമ്മൾ പറഞ്ഞു സീക്വൻസ്, നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഫോളോയിങ് എ പെർട്ടിക്കുലർ റൂൾ അല്ലെ. ആ റൂൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സീക്വൻസിലെ എല്ലാ ടേംസും കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ ഉള്ള റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസിലെ എല്ലാ നമ്പേഴ്സും എല്ലാ സംഖ്യകളും ഫോളോ ചെയ്യുന്ന റൂൾ, തത്വത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടൈപ്പിൽ മൂന്നാമത്തെ കേസിൽ നമ്മൾ ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് തന്നിട്ട് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ നിങ്ങൾ ആ വീഡിയോ കാണുക. ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എന്തായിരുന്നു എന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് xn എന്നാണ്. അപ്പൊ xn ഇസ് ഈക്വൽ ടു, നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം ആണ്. അരിത്മെറ്റിക് സീക്വൻസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഓൾജിബ്രിക് ഫോം ഉണ്ട്. അതിന്റെ ഫോം ഇങ്ങനെയാണ്. ഇതിങ്ങനെ പഠിച്ചു വെക്കുക. Algebraic form of arithmetic sequence is xn is equal to an plus b. അപ്പൊ നമുക്കറിയാം ഈ n എന്ന് പറയുന്നത് പൊസിഷൻ ആണല്ലോ. സബ്സ്ക്രിപ്റ്റ് x1 എന്ന് എഴുതിയ ഫസ്റ്റ് ടേം, x2 എന്ന് എഴുതിയ സെക്കൻഡ് ടേം. അങ്ങനെയാണെങ്കിൽ xn എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം എന്ന് പറയാം. So algebraic form of arithmetic sequence, algebraic form of arithmetic sequence എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടെ പറയും, nth term of arithmetic sequence. എന്താ പറയാ? algebraic form of arithmetic sequenceന്റെ വേറൊരു പേരാണ് nth term of arithmetic sequence. ആ nth ടേം, ഈ ഒരു ടേമിൽ നമ്മൾ ഒരു പ്രോബ്ലത്തില് കേസ് 3 ടൈപ്പ് 1 കേസ് 3 നമ്മൾ കണ്ടു. nth ടേം ഓഫ്, അതായത് ഓൾജിബ്രിക് ഫോം തന്നാൽ n പകരം 1, 2, 3 എന്ന് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈ സീക്വൻസിലുള്ള എല്ലാ ടേംസും കിട്ടും. That is the algebraic form of arithmetic sequence gives all the terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ആ സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും തരുന്നു. എല്ലാ പദങ്ങളും, ആ സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളും അതിന്റെ ബീജഗണിത രൂപത്തിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ ലെറ്റേഴ്സും പരിചയപ്പെടാം. xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. സോ xn എന്ന് പറഞ്ഞാൽ nth ടേം എന്ന് പറയാം. ഇവിടെ a എന്ന് പറയുന്നത് n-ന്റെ കൂടെയുള്ള നമ്പർ. അപ്പൊ ഇവിടെയുള്ള നമ്പർ ഏതാണോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുക അല്ലെ. അപ്പൊ n-ന്റെ കൂടെയുള്ള ഈ നമ്പർ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതായത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം xn is equal to an plus b ആണ്. n is the position. Okay, nth term ആണെങ്കിൽ ഓൾജിബ്രിക് ഫോം n എന്ന് പറഞ്ഞാൽ that is the nth position. Okay, and a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. ഈ n ഒഴിവാക്കി കഴിഞ്ഞാൽ എയും ബിയും, നമുക്കിവിടെ n-നെ നമ്മൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ what do you see? a plus b. അങ്ങനെ n-നെ ഒഴിവാക്കി കഴിഞ്ഞാൽ a പ്ലസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ആണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ് a പ്ലസ് ബി. a പ്ലസ് ബി ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ
ആദ്യ പദം എന്ന് പറയും. ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാം dn+f-d എന്ന് പറഞ്ഞ ഫോമുലയൊക്കെ. അങ്ങനെ xn = an+p, xn = a+n-1d അങ്ങനെയുമുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കരുത്. algebraic form of arithmetic sequence എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പഠിക്കുക. xn = an+b. where a is common difference, പൊതുവ്യത്യാസം. a+b, n പൊത്തി വെച്ചിട്ടുണ്ട്, n മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് a+b ആണ്. a+b is first term. സോ നമുക്ക് ഒന്നുകൂടെ കാണാം. The algebraic form of any arithmetic sequence is of the form xn = an+b. n is position of the term, a is common difference, b is first term minus common difference. നമ്മൾ കണ്ടിരുന്നു a+b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണെങ്കിൽ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കോമൺ ഡിഫറൻസ് പ്ലസ് b ആണ് ഫസ്റ്റ് ടേം. ഇവിടെ നിന്ന് b എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം xn = an+b ആണ്. ഇവിടെ n എന്ന് പറഞ്ഞ പദസ്ഥാനം, a പൊതുവ്യത്യാസം, b എന്ന് പറഞ്ഞാൽ ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. algebraic form of arithmetic sequenceലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, write the algebraic form of the following arithmetic sequence. താഴെ കാണുന്ന സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതാം. ഇവിടെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. എന്തെഴുതണം? algebraic ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതണം. അപ്പൊ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും? സീക്വൻസ് തന്നിട്ട് algebraic ഫോം എഴുതാം. അപ്പൊ algebraic ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ ഇത് എഴുതി വെക്കുക. xn = an+b. അപ്പൊ algebraic ഫോം എന്ന് പറഞ്ഞാൽ xn ആണ്. n എന്ന് പറഞ്ഞാൽ nth ടേം. വി ആർ റൈറ്റിംഗ് ദ nth ടേം. സോ n അവിടെ തന്നെ ഉണ്ടായിരിക്കണം. സോ xn = a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെയുള്ളത് കോമൺ ഡിഫറൻസ് ആണ്. സോ ഈ സീക്വൻസിനകത്ത് കോമൺ ഡിഫറൻസ് എന്താണ്? ഏത് പെർട്ടിക്കുലർ നമ്പർ ആണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോയതെന്ന് നോക്കിയാൽ മതി. 8+5 ആണ് 13. കോമൺ ഡിഫറൻസ് കാണാൻ ഈസി ആണ്. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. എപ്പോഴും അത് ഓർത്തോളാം. ഒരു സീക്വൻസ് തന്ന് കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. സോ 13 - 8 എന്ത് വരും? 5 വരും. സോ ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ എഴുതുക? 5n. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. എയുടെ സ്ഥാനത്ത് 5 വന്നു. ഓക്കെ, ഇനി ബി എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. എയും ബിയും കൂടെ കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം ആയ 8 കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ 5 കിട്ടി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, 5നോട് ഏത് നമ്പർ കൂട്ടിയാൽ 8 കിട്ടും? 5നോട് 3 കൂട്ടിയാൽ 8 കിട്ടും. സോ നമുക്ക് algebraic ഫോം എഴുതാം. xn = 5n+3. ഇതാണ് ഈസി മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സീക്വൻസ് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 11, 15, 19, 23 etc. We have to write the algebraic form of this sequence. So xn = algebraic form എന്താന്ന് എഴുതി വെക്കുക? an+b. ഇനി നമുക്ക് aയും b ഒക്കെ കണ്ടുപിടിക്കാം. So what is a? A means common difference. So what is the common difference? പൊതുവ്യത്യാസം എങ്ങനെ കാണും? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക. അതായത് 15 - 11. 15 - 11 എത്രയാണ്? 4n. ഇനി b കിട്ടണമെങ്കിൽ ഈ 4നോട് എന്ത് കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം ആയ 11 കിട്ടുക? 4നോട് 7 കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം ആയ 11 കിട്ടുക. സോ algebraic ഫോം എന്താണ്? xn = 4n+7. വളരെ എളുപ്പമാണ്. ഒരു സീക്വൻസ് തന്നാൽ, ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ അതിന്റെ algebraic ഫോം എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. -3, -6, -9, -12 etc. നെഗറ്റീവ് നമ്പേഴ്സ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കാണേണ്ടത് xn ആണ്. xn = an+b. സോ xn = a. കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? സെക്കൻഡ് ടേം, കോമൺ ഡിഫറൻസ് = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം.
So what is the second term here? Minus 6. Minus 6 minus first term is minus 3. അപ്പൊ എന്ത് വരും? മൈനസ് 6 മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് 3 ആവും. ഒരു നമ്പർ നെഗറ്റീവും വേറെ നമ്പർ പോസിറ്റീവും ആണ്. സോ എന്ത് ചെയ്യും? രണ്ട് ടേമിന്റെ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കും. അതായത് 6ന്റെയും 3ന്റെയും ഡിഫറൻസ് 3 ആണ്. എന്നിട്ട് വലുതിന്റെ ചിഹ്നമായ മൈനസ് ഇടും. അപ്പൊ എന്ത് വരും? മൈനസ് 3 കിട്ടും. കോമൺ ഡിഫറൻസ് മൈനസ് 3 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? മൈനസ് 3n. മനസ്സിലായല്ലോ? എയുടെ സ്ഥാനത്ത് മൈനസ് 3 വരും. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. സോ എയുടെ സ്ഥാനത്ത് മൈനസ് 3 വരും. ഇനി മൈനസ് 3നോട് ഏത് നമ്പർ കൂട്ടിയാലാണ് മൈനസ് 3 കിട്ടുക? ഫസ്റ്റ് ടേം 0 കിട്ടണം. അപ്പൊ ബിയുടെ സ്ഥാനത്ത് പ്ലസ് 0 എന്ന് എഴുതേണ്ട കാര്യമില്ല. xn ഇങ്ങനെ നിർത്തിയാൽ മതി. xn ഇസ് ഈക്വൽ ടു മൈനസ് 3n ആണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം. ഇത്തരത്തില് ഇനിയും ഒരുപാട് എക്സാമ്പിൾ എഴുതി നോക്കുക. ഒരു സീക്വൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ഇങ്ങനെ xn കണ്ടുപിടിക്കുക, ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ആൾജിബ്രിക് ഫോം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. അരിത്മെറ്റിക് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The first term and common difference of arithmetic sequences are given below. Write its algebraic form. സമാന്തര ശ്രേണികളുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും താഴെ തന്നിരിക്കുന്നു. അവയുടെ ബീജഗണിത രൂപം എഴുതണം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് സീക്വൻസ് തന്നിട്ട് ആൾജിബ്രിക് ഫോം എഴുതുന്നതായിരുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം തന്നിരിക്കുന്നു, കോമൺ ഡിഫറൻസും തന്നിരിക്കുന്നു, എന്നിട്ട് ആൾജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ വി ആർ ഗിവൺ ദ ഫസ്റ്റ് ടേം, ആദ്യ പദം 10, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 5. സോ ആൾജിബ്രിക് ഫോം എഴുതാൻ പറഞ്ഞാൽ ആദ്യം തന്നെ എന്തെഴുതും? xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി. ഇനി എയും ബിയും കണ്ടുപിടിക്കാം. xn ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എന്താണെന്ന്? 5. അപ്പൊ നമുക്ക് എന്തെഴുതാം? 5n എന്ന് എഴുതാം. ബി കാണണമെങ്കിൽ ഫസ്റ്റ് ടേം നോക്ക്. ഈ 5നോട് ഏത് നമ്പർ കൂട്ടിയാൽ 10 കിട്ടും? 5നോട് 5 കൂട്ടിയാൽ 10 കിട്ടും. സോ ആൾജിബ്രിക് ഫോം ഇസ് ഈക്വൽ ടു xn ഇസ് ഈക്വൽ ടു 5n പ്ലസ് 5. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ആദ്യ പദം 4, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം -3. നമുക്ക് എഴുതേണ്ടത് ആൾജിബ്രിക് ഫോം ആണ്. സോ ആൾജിബ്രിക് ഫോം എങ്ങനെയാണ്? xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി. xn ഇസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. എന്നിന്റെ കൂടെയുള്ള നമ്പർ കോമൺ ഡിഫറൻസ് ആണ്. അത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് -3n. ഇനി ബി കണ്ടുപിടിക്കണം. അത് -3നോട് എന്ത് കൂട്ടിയാലാണ് 4 കിട്ടുക? അതിനെന്ത് ചെയ്താൽ മതി? 4ൽ നിന്ന് -3 കുറച്ചാൽ മതി. 4ൽ നിന്ന് -3 കുറച്ചാൽ എന്ത് വരും? 4 പ്ലസ് 3 7 വരും. സോ പ്ലസ് 7. അപ്പൊ നോക്കിക്കാം, -3n ഹൈഡ് ചെയ്താൽ what do you get? -3 പ്ലസ് 7 4 കിട്ടും. ഫസ്റ്റ് ടേം കിട്ടും. അങ്ങനെയും എഴുതാം. അപ്പൊ xn ഇസ് ഈക്വൽ ടു -3n പ്ലസ് 7. ഇനി ബി കണ്ടുപിടിക്കാൻ വിഷമമുള്ളവർ, ഇങ്ങനെ എന്ത് കൂട്ടിയാൽ എന്ന് പറഞ്ഞ് വിഷമമുള്ളവർ ഇങ്ങനെ പഠിച്ചു വെച്ചോ. ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ചിലർക്ക് ഇങ്ങനെ ചെയ്യാനായിരിക്കും എളുപ്പം. എന്നാൽ ചില കുട്ടികൾക്ക് എളുപ്പം ഈ ഒരു നമ്പറിനോട് ഏത് നമ്പർ കൂട്ടിയാലാണോ ഫസ്റ്റ് ടേം കിട്ടുക എന്ന് നോക്കി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അങ്ങനെയുള്ളവര് അതുപോലെ ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആൾജിബ്രിക് ഫോമിൽ. നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സീക്വൻസ് തന്നിട്ട് ആൾജിബ്രിക് ഫോം എഴുതുകയായിരുന്നു. രണ്ടാമത്തേതില് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് ആൾജിബ്രിക് ഫോം എഴുതാനായിരുന്നു. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് the algebraic form of arithmetic sequences are given below. Write its common difference and first term. സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം താഴെ തന്നിരിക്കുന്നു. അവയുടെ പൊതുവ്യത്യാസവും ആദ്യ പദവും എഴുതുക. സാധാരണയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. xn തരും, കോമൺ ഡിഫറൻസ് കാണാം, ഫസ്റ്റ് ടേം കാണാം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൾജിബ്രിക് ഫോം നോക്കാം. xn ഇസ് ഈക്വൽ ടു 4n പ്ലസ് 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമും കാണണം, കോമൺ ഡിഫറൻസും കാണണം. ആദ്യം കോമൺ ഡിഫറൻസ് കാണാനാ പറഞ്ഞത്. സോ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു, ഒറ്റയടിക്ക് എഴുതാൻ പറ്റും,
ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം തന്നാൽ കോമൺ ഡിഫറൻസ് നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. എങ്ങനെ? എന്നിന്റെ കൂടെയുള്ള നമ്പർ ഏതാന്ന് നോക്കിയാൽ മതി. ഏതാണ് ഇവിടെ എന്നിന്റെ കൂടെയുള്ള നമ്പർ? ഏതാണ്? 4 ആണ്. സോ കോമൺ ഡിഫറൻസ് എന്താണ്? 4. പൊതുവ്യത്യാസം 4 ആണ്. ഇനി ഫസ്റ്റ് ടേം കാണാനും ഈസിയാണ്. ആ ഡെഫിനിഷനിലേക്ക് അങ്ങനെയൊന്നും പോകണ്ട. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്നിനെ മറച്ചു വെക്കുക, എന്നിനെ ഹൈഡ് ചെയ്യുക. അപ്പൊ എന്താ കാണുക? 4 + 3 എത്രയാ? 7. സോ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 7. ഇതുപോലെ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യാം. xn തന്നിട്ടുണ്ട്. xn ഇസ് ഈക്വൽ ടു 8n + 11. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു, കോമൺ ഡിഫറൻസ് ഓൾജിബ്രിക് ഫോം തന്ന കോമൺ ഡിഫറൻസ് എന്താണ്? എന്നിന്റെ കൂടെയുള്ള നമ്പർ. എന്താ അത്? 8. ഓക്കെ. ഇനി ഫസ്റ്റ് ടേം കാണണം. എങ്ങനെയാ ഫസ്റ്റ് ടേം കാണാം? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്നിനെ അങ്ങ് മറിച്ച് പിടിക്കുക. എന്നിനെ മറിച്ച് പിടിച്ചാൽ നിങ്ങൾ എന്താ കാണാ? 8 + 11 എത്ര വരും? 19. 8 + 11 is 19. 19. സോ കോമൺ ഡിഫറൻസ് 8, ഫസ്റ്റ് ടേം 19. ഈസി അല്ലേ? ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ ഓൾജിബ്രിക് ഫോം xn ഇസ് ഈക്വൽ ടു 5n - 3 ആണ്. സോ xn നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. ആദ്യം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ കൂടെയുള്ള നമ്പർ. ഇവിടെ മൈനസ് കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നിന്റെ കൂടെയുള്ള നമ്പർ നോക്കിയാൽ മതി. അതാണ് കോമൺ ഡിഫറൻസ്. അതെന്താണ്? 5 ആണ്. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ടത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യാ? എന്നിനെ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിനെ ഹൈഡ് ചെയ്ത് വെച്ച what do you see? 5 - 3. 5 - 3 എന്താണ്? 2. സോ കോമൺ ഡിഫറൻസ് 5, ഫസ്റ്റ് ടേം 2. ഓൾജിബ്രിക് ഫോമിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഓൾജിബ്രിക് ഫോം ഓഫ് അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ. റൈറ്റ് ദ സീക്വൻസ്. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിരിക്കുന്നു. ശ്രേണി നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3-4 ടേംസ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇവിടെ നമുക്ക് ടേംസ് എഴുതുമ്പോൾ, സീക്വൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഫസ്റ്റ് ടേം. അപ്പൊ എങ്ങനെയാണ് ഒരു ഓൾജിബ്രിക് ഫോം 3n + 5 എന്ന് പറഞ്ഞ ഓൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട്. സോ ഹൗ വിൽ യു ഫൈൻഡ് ദ ഫസ്റ്റ് ടേം? നമുക്ക് എന്താ ഫസ്റ്റ് ടേം കാണാൻ? എന്നിനെ മറച്ചു വെക്കുക. സോ what do you see? 3 + 5 8. സോ ഫസ്റ്റ് ടേം എന്താണ്? 8. ഇനി സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം. അപ്പൊ ഓൾജിബ്രിക് ഫോമിനകത്ത് കോമൺ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്? എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ്. അത് എത്രയാണ്? 3. അപ്പൊ 8നോട് ആ 3 ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും ആണല്ലോ. 8 + 3 എന്ത് വരും? 11. ഇനി അടുത്ത ടേം കിട്ടാൻ 11നോട് 3 ആഡ് ചെയ്യാം. 11 + 3 14. പിന്നെ ഒരു ടേം കിട്ടാൻ വേണ്ടി 14നോടുകൂടി 3 ആഡ് ചെയ്യാം. സോ 17 മതി. ഒരു 4 ടേംസ് എഴുതിയാൽ മതി. പിന്നെ എക്സെട്ര ഇടുക. ഒരു 3 കുത്തിടുക. അതിന് മുകളിൽ ഇടേണ്ട കാര്യമില്ല. എക്സെട്ര എന്ന് പറഞ്ഞ മീനിങ്ങിന് 3 കൊട്ട് മതി. അടുത്ത algebraic form നോക്കുക. -2n + 1. We have to construct the arithmetic sequence. Okay. So first we need to write the first term of the sequence. അപ്പോൾ first term എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? n മറച്ചു വെക്കുക. So what do you see? -2 + 1. What is -2 + 1? ഒരു നെഗറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ. സോ നമ്മൾ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. വലിയ നമ്പർ ആയ 2ന്റെ സൈൻ മൈനസ് ആണ്. സോ ഫസ്റ്റ് ടേം എന്ത് വരും? -1. ഓക്കെ. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം ആയ -1നോട് കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ്? -2 ആണ് കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെയുള്ള നമ്പർ ആണ് കോമൺ ഡിഫറൻസ്. സോ -1ന്റെ കൂടെ -2 ആഡ് ചെയ്യണം. അപ്പൊ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് അതേ നെഗറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. അപ്പൊ 1ഉം 2 ആഡ് ചെയ്താൽ 3, -3 വരും. സോ -3. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? -3നോട് -2 ആഡ് ചെയ്യണം. സോ എന്ത് വരും? -5. അടുത്ത ടേം കിട്ടണമെങ്കിൽ -5നോട് കോമൺ ഡിഫറൻസ് ആയ -2 ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടും. പിന്നെ എക്സെട്ര എന്ന് എഴുതാം. സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ എക്സെട്ര എഴുതാൻ മറക്കരുത്. അടുത്ത algebraic form നോക്കാം. arithmetic sequenceന്റെ algebraic form -7n - 2. We have to construct the sequence. Okay, arithmetic sequence. So first term എഴുതണം. ഫസ്റ്റ് ടേം എഴുതണമെങ്കിൽ n അങ്ങ് മറച്ചു വെക്കുക. സോ എന്താ കാണാം? -7 - 2. -7 - 2 is -9. ഓക്കെ. ഇനി നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -7 ആണ് കോമൺ ഡിഫറൻസ്, എന്നിന്റെ കൂടെയുള്ള നമ്പർ. സോ -9ന്റെ കൂടെ -7 ആഡ് ചെയ്താൽ എന്ത് വരും? -16.
അടുത്ത ടേം കിട്ടണമെങ്കിൽ -16 കൂടി കോമൺ ഡിഫറൻസ് -7 ആഡ് ചെയ്യുക. സോ -23. നെക്സ്റ്റ് ടേം കിട്ടാൻ -23 കൂടി കോമൺ ഡിഫറൻസ് ആയ -7 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -23 പ്ലസ് -7 ഇസ് -30 എക്സെട്ര. മനസ്സിലായല്ലോ? വളരെ എളുപ്പമാണ്. അരിത്മെറ്റിക് സീക്വൻസ് എന്നാൽ സീക്വൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ടേം എഴുതാം. കോമൺ ഡിഫറൻസ് ആൾജിബ്രിക് ഫോമിൽ തന്നെ കാണാൻ പറ്റും. എന്നിന്റെ കോഡുകളുടെ നമ്പറാണ്. അത് ഓരോ നമ്പറിനോട് കൂടി ആഡ് ചെയ്ത് പോകുമ്പോൾ ഒരു 4 ടേംസ് കണ്ടുപിടിച്ച് എക്സെട്ര ഇട്ടാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11n - 6. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ടേം എന്താ? n-നെ ഒഴിവാക്കി നോക്കുക. സോ എന്ത് കാണാം? 11 - 6. 11 കുറയ്ക്കണം 6. അപ്പൊ 11 - 6 എത്രയാണ്? 5. സോ ഫസ്റ്റ് ടേം എന്ത് വന്നു? 5. അടുത്ത ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ ഇതിനകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 11 ആണ് കോമൺ ഡിഫറൻസ്. സോ 5 + 11 16. ഓക്കെ, ഇനി ഈ 16 കൂടി വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. 16 + 11 27. വീണ്ടും 27 കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 38 എക്സെട്ര. ദ റിക്വയർഡ് അരിത്മെറ്റിക് സീക്വൻസ്. ആൾജിബ്രിക് ഫോമിലെ 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ദ ആൾജിബ്രിക് ഫോം ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ ടേം വിത്ത് ദ ഗിവൺ പൊസിഷൻ. ചില സമാന്തര ശ്രേണികളുടെ ബീജഗണിത രൂപം താഴെ തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന സ്ഥാനത്തുള്ള പദങ്ങൾ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ xn = 2n + 1. xn = 2n + 1. ഫൈൻഡ് 10th ടേം. അപ്പൊ നമുക്ക് ആൾജിബ്രിക് ഫോം തന്നാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ അറിയാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം, സീക്വൻസ് ഉണ്ടാക്കാൻ അറിയാം. ഇവിടെ ആൾജിബ്രിക് ഫോം തന്നിട്ട് 10ാമത്തെ ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ xn 2n + 1 ആണ്. 10ാമത്തെ ടേം 10th ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? x10 എന്നാണ്. അപ്പൊ ആൾജിബ്രിക് ഫോം നോക്കിക്കേ. ആൾജിബ്രിക് ഫോമിനകത്ത് n-ന് പകരം എന്ത് വന്നു? 10 വന്നു. സോ റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? n-ന് പകരം 10 ഇടണം. അപ്പൊ എന്ത് വരും? 2 × 10 + 1. ഓക്കെ, 2 × 10 എത്രയാ? 20 + 1 21. ഓക്കെ, സോ ആൾജിബ്രിക് ഫോം തന്നിട്ട് ഒരു നിശ്ചിത സ്ഥാനത്തുള്ള ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-ന് പകരം ആ പൊസിഷൻ കൊടുത്താൽ മതി, നമുക്ക് ആ ടേം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. xn = 7n - 3. ഫൈൻഡ് 6th ടേം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6ാം പദമാണ്. 6ാം പദത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x6 എന്നാണ്. അതായത് n-ന് പകരം എന്തെഴുതി? 6 എഴുതി. അപ്പൊ റൈറ്റ് സൈഡിലും n-ന് പകരം എന്തെഴുതണം? 6 എഴുതണം. അപ്പൊ 7n എന്ന് പറഞ്ഞാൽ 7 × n ആണ്. അപ്പൊ ഇവിടെ n-ന് പകരം 6 എഴുതുമ്പോൾ 7 × 6 - 3. 7 × 6 എത്രയാണ്? 42. -3 ചെയ്യുമ്പോൾ 39 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ xn = ½ n + 6. ഫൈൻഡ് 8th ടേം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x8 ആണ്. 8th ടേമിനെ നമ്മൾ എഴുതുക x8 എന്നാണ്. ദാറ്റ് ഈസ് n is replaced by 8. അപ്പൊ എന്ത് വരും? ½ × 8. ½ n എന്ന് പറഞ്ഞാൽ ½ × n ആണ്. സോ n 8 ആകുമ്പോൾ ½ × 8 വരും +6. ½ of 8 എത്രയാണ്? 8ന്റെ ഹാഫ്, ദാറ്റ് ഇസ് 4. 8ന്റെ പകുതി, അത് 4. സോ 4 + 6 ആൻസർ കിട്ടി 10. സോ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം തന്നാൽ ആ സീക്വൻസിനകത്ത് ഏത് പൊസിഷനിലെ ടേമും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പൊസിഷൻ n-ന് പകരം കൊടുത്താൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 24. The 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? ഒരു കാര്യം ഓർക്കണം, ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എഴുതണമെങ്കിൽ നമുക്കറിയാം xn = an + b ആണ്. ഇത് ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എയുടെ വാല്യൂ അറിയണം, ബിയുടെ വാല്യൂ അറിയണം. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ബി ഇസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ടേം. ബി 1ാമത്തെ പദവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ നമുക്ക്
ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എഴുതണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? കോമൺ ഡിഫറൻസും അറിയണം, ഫസ്റ്റ് ടേമും അറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എഴുതാൻ കഴിയുള്ളൂ. സോ ഈ ക്വസ്റ്റിനകത്ത് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കും. നമുക്ക് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. ഈ ക്വസ്റ്റിനകത്ത് കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല. അപ്പൊ കോമൺ ഡിഫറൻസ് തരാൻ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഹിന്റ് ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാ ദ എയ്ത്ത് ടേം, എട്ടാം പദം 12 എന്ന് തന്നു, 12ാം പദം 8 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസിലെ ഏതോ രണ്ട് ടേംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ പൊസിഷനും അറിയാം, ടേംസും അറിയാം. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചതാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? രണ്ട് ടേംസ് തന്നാൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് സാധിക്കും. സോ ടേം ഡിഫറൻസ് ഏതൊക്കെയാണ് ടേംസ് നമുക്ക് കയ്യിലുള്ളത്? 12ഉം 8ഉം ആണ്. സോ 12 എന്ന് പറഞ്ഞ 8th ടേം ആണ്, 8 എന്ന് പറഞ്ഞ 12th ടേം ആണ്. സോ നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കുകയാണ് ചെയ്യാറ്. സോ എന്ത് കിട്ടും? 8 മൈനസ് 8 ആണ് 12ാമത്തെ ടേം, 12 ആണ് 8ാമത്തെ ടേം. സോ 8 മൈനസ് 12 ഡിവൈഡഡ് ബൈ 8ന്റെ പൊസിഷൻ എത്രയാണ്? 12 ആണ്. സോ 12 മൈനസ് 12ന്റെ പൊസിഷൻ 8 ആണ്, 12ന്റെ സ്ഥാനം. അപ്പൊ അവിടെ 8 എഴുതും. ഇനി 8 മൈനസ് 12 എന്താണ്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടാം. അപ്പൊ 12ൽ നിന്ന് 8 കുറച്ചാൽ 4. 12 എന്ന് പറഞ്ഞ നമ്പറിന്റെ സൈൻ മൈനസ്. സോ നമുക്ക് എന്ത് വരും? -4 ഡിവൈഡഡ് ബൈ 12 മൈനസ് 8 4. സോ -4/4 എന്ത് വരും? -1 കോമൺ ഡിഫറൻസ്. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി -1. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, x1. അപ്പൊ അതിന് നമുക്ക് x8 ഉണ്ട്, 8th ടേം ഉണ്ട്, x12 ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് x8 ഉപയോഗിക്കാം. x8 ഉപയോഗിച്ചാൽ x8ന് ലെഫ്റ്റിലുള്ള ടേം ആണ് x1 ആണല്ലോ. സോ ഒരു നമ്പർ തന്നാൽ ഒന്നാം പദം കാണണമെങ്കിൽ x8ൽ നിന്ന് കുറയ്ക്കണം. എന്ത്? ഈ 1ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം. 1ഉം 8ഉം തമ്മിലുള്ളത് വ്യത്യാസം 7. സോ 7 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം ആണല്ലോ ഫസ്റ്റ് ടേം കിട്ടാൻ. x8 8th ടേം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 12 ആണ്. സോ 12 മൈനസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1 നമ്മൾ കണ്ടുപിടിച്ചു. സോ 12 ഈ മൈനസ് ഇൻറ്റു മൈനസ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ്. 7 ഇൻറ്റു 1 ഇസ് 7. സോ 12 പ്ലസ് 7 19 കിട്ടും. സോ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് ആൾജിബ്രിക് ഫോം എഴുതാം. xn ഇസ് ഈക്വൽ ടു an പ്ലസ് b ആണല്ലോ. സോ xn ഇസ് ഈക്വൽ ടു a കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ -1 ആണ്. സോ -1n. ഓക്കെ, പ്ലസ് ഇനി ഫസ്റ്റ് ടേം ആയ 19 കിട്ടണമെങ്കിൽ കോമൺ ഡിഫറൻസ് -1നോട് ഏത് നമ്പർ കൂട്ടണം? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? b ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ടേം എത്രയാണ്? 19 ആണ്. മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ്. മൈനസ് മൈനസ് അടുത്തടുത്ത് വന്നാൽ അതെന്താവും? പ്ലസ് ആവും. സോ 19 പ്ലസ് 1 19 പ്ലസ് 1 20. സോ ഏത് നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത്? 20 ആഡ് ചെയ്യണം. സോ xn കുറച്ചുകൂടെ വൃത്തിയിൽ എഴുതിയാൽ -1n എന്നോ നമ്മൾ സാധാരണ എഴുതാറില്ല. -1 ഇൻറ്റു n എന്നാണ് ഇതിന്റെ അർത്ഥം. അത് എത്രയാണ്? -n ആണ്. സോ -n പ്ലസ് 20. സോ ഇതാണ് തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ ആണ്. അതിലെ എ പാർട്ട്, റൈറ്റ് എ സീക്വൻസ് ബൈ ആഡിങ് 3 വിത്ത് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ ഗുണിതങ്ങളോട് 3 കൂട്ടി കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രിക് ഫോം. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാം. ഇതിനു മുമ്പ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് എ സീക്വൻസ് ബൈ ആഡിങ് 3 വിത്ത് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ ഗുണിതങ്ങളോട് 3 കൂട്ടി കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതാം. അപ്പൊ നമുക്ക് 7ന്റെ ഗുണിതങ്ങൾ അറിയാം. 7ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 7, 14, 21, 28,
എന്നിങ്ങനെയുള്ള ശ്രേണിയാണ് 7ന്റെ ഗുണിതങ്ങൾ, 7ന്റെ മൾട്ടിപ്പിൾസ്. അതിന്റെ ഓരോ മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടി കിട്ടുന്ന ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. 7നോട് 3 കൂട്ടിയാൽ 10, 14നോട് 3 കൂട്ടിയാൽ 17, 21നോട് 3 കൂട്ടിയാൽ 24, 28നോട് 3 കൂട്ടിയാൽ 31. ഇതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞ സീക്വൻസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 7ന്റെ മൾട്ടിപ്പിൾസിനോട് 3 കൂട്ടി കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണിയാണിത്. 10, 17, 24, 31. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞത്. സോ നമ്മളിത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ചെയ്യുമ്പോഴും നമുക്ക് 7 കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൾജിബ്രിക് ഫോമിന്റെ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? xn is equal to an plus b ആണ്. ഇതാണ് അതിന്റെ ബീജഗണിത രൂപം. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. സോ സീക്വൻസ് തന്നാൽ കോമൺ ആൾജിബ്രിക് ഫോം എഴുതേണ്ടത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. സോ ആദ്യം a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 7 കോമൺ ഡിഫറൻസ് കിട്ടുക. അപ്പൊ എയുടെ സ്ഥാനത്ത് നമ്മൾ 7 എഴുതും. സോ 7n. ഓക്കെ, ഇനി b കിട്ടണമെങ്കിൽ 7നോട് ഏത് നമ്പർ കൂട്ടിയാൽ ഫസ്റ്റ് ടേമായ 10 കിട്ടും. 7നോട് 3 കൂട്ടിയാൽ 10 കിട്ടും. സോ നമുക്ക് ഇവിടെ എന്തെഴുതാം? 3 എന്ന് എഴുതാം. സോ ആൻസർ കിട്ടി. xn is equal to 7n plus 3. ഇവിടെ നോക്കിക്കോ, 7n എന്ന് പറഞ്ഞാൽ എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ആണല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. അതിന്റെ കൂടെ എന്ത് കൂട്ടി? 3 കൂട്ടി. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ സീക്വൻസ് ബൈ ആഡിങ് 3 വിത്ത് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെയാണ് വരിക? 7n plus 3. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. ദ ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 5n plus 2. Find common difference. Second question, find 20th term. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 5n plus 2 ആണ്. പൊതുവ്യത്യാസം കാണുക, 20ാം പദം കാണുക. അപ്പൊ ആൾജിബ്രിക് ഫോം തന്നിട്ടുണ്ട് xn is equal to 5n plus 2. അപ്പൊ ഒന്നാമത്തെ ആൻസർ നമുക്ക് പെട്ടെന്ന് എഴുതാം. ആ ഒരു മാർക്ക് നേടാൻ വളരെ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞത്. കോമൺ ഡിഫറൻസ് ഒറ്റ കാഴ്ച തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ്. സോ ആൻസർ എന്താണ്? 5. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 5. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ടേമിന്റെ 20th ടേം അല്ലെ, ഈ ഒരു ആൾജിബ്രിക് ഫോം തന്നാൽ 20th ടേം കാണാൻ, 20ാം പദം കാണാനാണ് പറഞ്ഞത്. 20ാം പദത്തെ അല്ലെങ്കിൽ 20th ടേമിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? x20. അതായത് ആൾജിബ്രിക് ഫോമിനകത്ത് n പകരം 20 എന്ന് എഴുതി. അപ്പൊ 5n plus 2 റൈറ്റ് സൈഡ് എന്തായി മാറും? 5 into 20 plus 2. മനസ്സിലായല്ലോ? n പകരം എന്ത് കൊടുക്കുക? 20 കൊടുക്കുക. സോ 5 into 20 100 plus 2. സോ ആൻസർ എന്ത് കിട്ടും? 102 ആൻസർ. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ. ദ ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n plus 4. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് 10th and 20th ടേംസ്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n plus 4 ആണ്. ആദ്യ പദം എത്ര? 10ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ടേം കാണാനാണ് പറഞ്ഞത്. അപ്പൊ ആൾജിബ്രിക് ഫോം തന്നിട്ട് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ n അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കാം, n അങ്ങ് മറച്ചു വെക്കാം. സോ നമ്മൾ എന്ത് കാണും? 5 plus 4. സോ 5 plus 4 എന്ത് വരും? 9. സോ ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം 9 ആണ്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് 10th and 20th ടേംസ് ആണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 10th ടേം കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് 20th ടേം കണ്ടുപിടിക്കാം. ഇനി അത് തമ്മിലുള്ള വ്യത്യാസം കാണാം. ഓക്കെ, അപ്പൊ 10th ടേം കാണണമെങ്കിൽ xn ആണ് അല്ലെ, ആൾജിബ്രിക് ഫോം xn. xn എന്നിവിടെ തന്നിട്ടില്ല, പക്ഷെ ഓർക്കണം ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ xn is equal to 5n plus 4 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് 10th ടേം ആദ്യം കാണാം. അപ്പോൾ x10 എന്ന് പറഞ്ഞാൽ എന്താണ്? n പകരം 10 കൊടുക്കാം. സോ 5 into 10 plus 4, 5 into 10 50. 50
50 പ്ലസ് 4 54 കിട്ടും. 54 10ാമത്തെ പദം 54 കിട്ടും. ഇനി നമ്മൾ 20ാമത്തെ ടേം 20th ടേം കാണും. സോ x20 എന്ന് പറഞ്ഞ ഓൾജിബ്രിക് ഫോമിൽ എന്നിന് പകരം എന്ത് കൊടുക്കുക? 20 കൊടുക്കുക. സോ എന്ത് വരും? 5 into 20 plus 4 ആണല്ലോ. 5 into 20 100, 100 plus 4 104. ഇനി ആ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. Therefore difference of x10 and x20. ഡിഫറൻസ് ഓഫ് എന്ന് പറഞ്ഞ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കും. സോ 104 ആണ്. 54 104, 54 104 ലാർജ് നമ്പർ 104 ആണ്. സോ 104 നിന്ന് 54 മൈനസ് ചെയ്താൽ 50 കിട്ടും. സോ ദ ആൻസർ ഇസ് ഡിഫറൻസ് ഓഫ് 10th term and 20th term is equal to 50. Algebraic form of arithmetic sequenceൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് prove that the arithmetic sequence with first term 1/2 and common difference 1/3 contains no natural numbers. ഇത് സാധാരണ പരീക്ഷയിൽ ABC എന്നീ വിഭാഗങ്ങളിൽ C ഭാഗത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യ പദം 1/2 പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിൽ എണ്ണൽ സംഖ്യകളില്ല എന്ന് തെളിയിക്കാം. പൊതുവെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുട്ടികൾക്ക് മടിയാണ്. പക്ഷെ വളരെ എളുപ്പമാണ് ഇതിനൊക്കെ ആൻസർ ചെയ്യാന്നുള്ളത്. ഈ അരിത്മെറ്റിക് സീക്വൻസിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു എണ്ണൽ സംഖ്യയും ഇല്ല എന്നൊക്കെ തെളിയിക്കാൻ ചോദിച്ചാൽ ആദ്യം എന്തെഴുതാം? ആദ്യം അതിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാം. അപ്പൊ നമുക്കറിയാം xn is equal to an plus b ആണ്. അവിടെ നിന്ന് നമുക്ക് ഇത് തെളിയിക്കാം. ഓക്കെ, സോ xn is equal to an plus b. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 1/3. ഓക്കെ, 1/6 എന്ന് ആദ്യം എഴുതിയത് 1/3 ആണ്. കോമൺ ഡിഫറൻസ് 1/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയുടെ സ്ഥാനത്ത് 1/3 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? xn is equal to 1/3n പ്ലസ് b കണ്ടുപിടിക്കണം. നമുക്കറിയാം b എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? b is equal to ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണല്ലോ. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 1/2 എന്ന്, കോമൺ ഡിഫറൻസ് 1/3 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബി കണ്ടുപിടിക്കാം. സോ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ അല്ലെ ഛേദം തുല്യമാണോ എന്ന് നോക്കും. ഭിന്നസംഖ്യകളുടെ കാര്യത്തില് ഛേദം തുല്യമല്ല, ഡിനോമിനേറ്റർ സെയിം അല്ല, 2ഉം 3ഉം ആണ്. സോ നമ്മള് ആൻസറിന്റെ ഡിനോമിനേറ്റർ അത് രണ്ടും തമ്മിലുള്ള പ്രൊഡക്റ്റ് എഴുതും. സോ 2 into 3 എന്ത് വരും? 6. അത് കഴിഞ്ഞ് ന്യൂമറേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ 1 into 3 3 മൈനസ് 1 into 2 2. അപ്പൊ നമുക്ക് 3 minus 2 1 1/6. b എന്ന് പറഞ്ഞാൽ 1/6 കിട്ടും. ഇനി ഇതിനെ ഒന്ന് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതാം. അതായത് അംശം ബൈ ഛേദം എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. xn എഴുതാം. xn is equal to ഇവിടെ 1/3n എന്നാണ്. എന്ന് പറഞ്ഞാൽ 1 into n/3 ആണല്ലോ. അപ്പൊ 1 into n എത്ര? n ആണ്. n/3 പ്ലസ് b 1/6 ആണ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സ് അതായത് ഛേദങ്ങൾ തുല്യമാക്കിയാലാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3നെ 6 ആക്കാൻ പറ്റുമോ? 6നെ 3 ആക്കാൻ പറ്റുമോ? എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ? അപ്പൊ നമുക്ക് എളുപ്പം 3നെ 6 ആക്കുന്നതാണ്. 3നെ 6 ആക്കണമെങ്കിൽ 2ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ ന്യൂമറേറ്ററായി എന്നിനെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. നമുക്ക് n into 2/3 into 2 അതായത് ആദ്യത്തെ ഭിന്നസംഖ്യയെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ അംശത്തെയും ഛേദത്തെയും ഒരേ നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇവിടെ നമുക്കൊന്നും മാറ്റണ്ട, കാരണം നമുക്ക് ആക്കേണ്ടത് ഡിനോമിനേറ്റർ 6 ആക്കണം. അത് നമ്മൾ ഇവിടെ ചെയ്തു. അപ്പൊ ഇവിടെ എന്താ വരും? n into 2 2n/3 into 2 6 പ്ലസ് ഇവിടെ 1/6. ഇനി അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയി. നമുക്ക് അത് രണ്ട് ഫ്രാക്ഷൻസും ആഡ് ചെയ്യാം. സോ ഡിനോമിനേറ്റർ അഗെയിൻ 6n കിട്ടും.
അപ്പൊ നമ്മൾ ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യും 2n plus 1. അപ്പൊ നമുക്ക് ഓൾജിബ്രിക് ഫോം കിട്ടി xn is equal to 2n plus 1 by 6. എന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എടുക്കാൻ. അപ്പൊ xn 2n plus 1 by 6 കിട്ടി. ഈ ഒരു സീക്വൻസിനകത്തുള്ള എല്ലാ ടേംസും ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് xn is equal to 2n plus 1 by 6. അപ്പൊ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു സീക്വൻസിനകത്ത് ഒരു നാച്ചുറൽ നമ്പേഴ്സും ഒരു എണ്ണൽ സംഖ്യകളും ഇല്ല എന്ന് പറയണം. അപ്പൊ നേരെ തിരിച്ച് ചിന്തിക്കുക. എണ്ണൽ സംഖ്യകൾ ഉണ്ടാവണമെങ്കിൽ ന്യൂമറേറ്ററായ 2n plus 1 6 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ 2n plus 1 6ന്റെ മൾട്ടിപ്പിൾ ആകുമോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രത്യേകത എന്താണ്? 6ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് കാണാം 6, 12, 18, 24 എന്നിങ്ങനെയാണ് 6ന്റെ മൾട്ടിപ്പിൾസ്. ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റും? 6ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ഒറ്റ സംഖ്യ ആവില്ല. കാരണം 2 6ന്റെ ഒരു ഫാക്ടറാണ്, ഘടകമാണ്. അതുകൊണ്ട് 6ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പൊ മുകളിലത്തെ ഈ ന്യൂമറേറ്ററിലുള്ള 2n plus 1 എന്നത് ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കിയാൽ മതി. ഇതൊരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് 6ന്റെ മൾട്ടിപ്പിൾ ആയി വരും. അപ്പൊ നോക്കിയാൽ മതി, ഇവിടെ 2n plus 1 എന്ന രൂപം ഏത് തരം സംഖ്യകളെയാണ് തരുന്നത്? അതിനുവേണ്ടി n-ന് ഡിഫറെന്റ് നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. n-ന് 1 എന്ന് പറഞ്ഞ വാല്യൂ കൽപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2 × 1 + 1 വരുമ്പോൾ 3 കിട്ടും. മനസ്സിലായോ? ഈ മുകളിലത്തെയാണ് ഞാൻ നോക്കുന്നത്, 3 കിട്ടും. ഇനി n-ന് പകരം 2 കൊടുത്താലോ? 2 × 2 + 1 5 കിട്ടും. n-ന് 3 കൊടുത്താലോ? 2 × 3 + 1 7 കിട്ടും. അങ്ങനെ 3, 5, 7, 9 എന്ന് പറഞ്ഞു ഒറ്റ സംഖ്യകളാണ് നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുള്ളൂ. n ഏത് വിലയായിക്കോട്ടെ, n-ന്റെ വാല്യൂ എന്തായാലും ന്യൂമറേറ്റർ എന്താ വരിക? ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യകൾ 6ന്റെ ഗുണിതങ്ങൾ അല്ല. അതുകൊണ്ട് ഈ 2n plus 1 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തുണ്ടാവും? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ശിഷ്ടം റിമൈൻഡർ വരും. സോ ഒരു എണ്ണൽ സംഖ്യയും കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 6ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം മുകളിലുള്ള നമ്പർ. ഇങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു എണ്ണൽ സംഖ്യ കിട്ടുകയുള്ളൂ. അല്ല എങ്കിൽ എണ്ണൽ സംഖ്യ കിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഹിയർ ന്യൂമറേറ്റർ അതായത് അംശം, മലയാളം മീഡിയംകാർ അങ്ങനെ എഴുതാം. അംശം 2n plus 1 is not divisible by 6. അപ്പൊ മലയാളം മീഡിയംകാർ ഇങ്ങനെ എഴുതാം. അംശം 2n plus 1 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. കാരണം റീസൺ എന്താണ്? 2n plus 1 is an odd number therefore not divisible by 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആ നമ്പറിനെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. therefore it is not divisible by 6 as 2 is a factor of 6. 2 എന്ന് പറഞ്ഞാൽ 6ന്റെ ഘടകമാണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറിനെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എണ്ണൽ സംഖ്യ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? അപ്പോൾ ശ്രേണിയിൽ ഒരു പദവും എണ്ണൽ സംഖ്യ അല്ല. therefore no term of the sequence is a natural
number. Another question number 3, page number 25. Prove that the arithmetic sequence with first term 1 by 3 and common difference 1 by 6 contains all natural numbers. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ്? ഓൾജിബ്രിക് ഫോം എഴുതാം. xn is equal to an plus b. സോ എങ്ങനെയാണ്? a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം 1/6. സോ 1/6n പ്ലസ് ബി. ബി എങ്ങനെ കിട്ടും? ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 1/3 എന്ന്. കോമൺ ഡിഫറൻസ് 1/6 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്യണം. അതായത് 1/3 നിന്ന് 1/6 കുറയ്ക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പം 3 ഇവിടെ 6. അപ്പൊ നമുക്കറിയാം 6 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആക്കാം. അപ്പൊ ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന്റെ ന്യൂമറേറ്ററായി ഈ 1നെയും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/3 എന്ന് പറഞ്ഞ ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂല് വ്യത്യാസം വരുന്നില്ല. -1/6. കാരണം രണ്ടാമത്തെ ഫ്രാക്ഷന് യാതൊരു മാറ്റവും വരുത്തണ്ട. അതിന്റെ ഡിനോമിനേറ്റർ ആണ് നമ്മൾ ആദ്യത്തേതിന്റെ ആക്കേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 × 2 2 by 3 × 2 6 അല്ലെ. 2/6 മൈനസ് 1/6 എന്ന് കിട്ടും. സോ ഡിനോമിനേറ്റർ സെയിം ആയി. നമുക്ക് ഈ ഒരു ഫ്രാക്ഷനിൽ നിന്ന് 2/6 എന്ന് പറഞ്ഞ ഫ്രാക്ഷനിൽ നിന്ന് 1/6 മൈനസ് ചെയ്യാം. കാരണം ഡിനോമിനേറ്റർ ഛേദങ്ങൾ തുല്യമാണ്. അപ്പൊ ഉത്തരത്തിലും അതേ ഛേദം തന്നെയായിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലുള്ള ഓപ്പറേഷൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 2 - 1 1. സോ 1/6 എന്ന് ബി കിട്ടും. ബി നമുക്ക് 1/6 എന്ന് കിട്ടും. സോ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 1/6 എന്ന് എഴുതാം. ഇനി നോക്കിക്കോളാം. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. അതായത് ഒരു ഫ്രാക്ഷൻ ഫോമിൽ ഇതിനെ എഴുതും. സോ xn is equal to എന്ത് കിട്ടും? 1/6 × n എന്ന് പറഞ്ഞാൽ 1 × n/6. n/6. 1 × n n ആണ്. സോ n/6 കിട്ടും. പ്ലസ് 1/6. ഇത് രണ്ട് ഫ്രാക്ഷൻസ് തന്നെയാണ് ആഡ് ചെയ്യുന്ന രൂപത്തിലാണുള്ളത്. സോ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അതേ ഡിനോമിനേറ്റർ സമ്മിൽ വരും. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. n+1. സോ xn നമുക്ക് കിട്ടി. xn is equal to n+1/6 എന്ന് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഈ xn is equal to n+1/6 എന്ന രൂപത്തിലാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ, അതായത് അതിന്റെ പൊസിഷൻ എത്രയാണോ ആ പൊസിഷനോട് 1 കൂട്ടിയ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന് നമ്പേഴ്സ് കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഏതൊക്കെയാ നാച്ചുറൽ നമ്പേഴ്സ്? 1 ഉണ്ടാവണം അല്ലെ, 2 3 4 5 അങ്ങനെ എല്ലാ നമ്പേഴ്സും ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ ഈ ഒരു ടേമില് 1 കിട്ടണമെങ്കിൽ ഈ n+1 ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് മുകളിലത്തെ ന്യൂമറേറ്റർ മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കണം. 6ന്റെ ഗുണിതങ്ങളായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. കാരണം റിമൈൻഡർ 0 ആയിരിക്കും. ആണല്ലോ. സോ 6ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അപ്പൊ n+1 എന്തൊക്കെയാവാം? n+1 is equal to 6 ആകാം അല്ലെ. അപ്പൊ n+1 മൊത്തത്തിൽ 6 ആയി കഴിഞ്ഞാൽ 6/6 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ആദ്യത്തെ എണ്ണൽ സംഖ്യ നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ എണ്ണൽ സംഖ്യയായ 2 കിട്ടണമെങ്കിൽ n+1 എന്തായിരിക്കണം? 12 ആയിരിക്കണം. 12/6 2 കിട്ടും. മൂന്നാമത്തെ എണ്ണൽ സംഖ്യയായ 3 കിട്ടണമെങ്കിൽ n+1 എന്തായിരിക്കണം? 18 ആയിരിക്കണം. കാരണം 18/6 ആണ് 3.
അങ്ങനെ പോകും. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ നമ്പേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. n+1ന്റെ ടേംസ് നോക്കിയാൽ മതി, ഒരു സീക്വൻസ് നമുക്ക് കിട്ടും. 6, 12, 18 6 കൂട്ടി 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 പോകുന്ന, അല്ല 6ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 6 കൂട്ടി കൂട്ടി പോകുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ n+1 6, 12, 18 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ n എന്തായിരിക്കണം? n+1 6 ആകണമെങ്കിൽ n എന്തായിരിക്കണം? 5 ആയിരിക്കണം. കാരണം 5+1 ആണ് 6. n+1 12 ആകണമെങ്കിൽ n 11 ആയിരിക്കണം. n+1 18 ആവണമെങ്കിൽ n 17 ആയിരിക്കണം. അപ്പൊ ഈ പൊസിഷൻസ് 5 n എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് അല്ലെ. അപ്പൊ 5, 11, 17 എന്ന പൊസിഷൻസ് സീക്വൻസിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പർ പൊസിഷനാണ് സീക്വൻസിന് ഉണ്ടാവുക. സോ n-ന് 5, 11, 17 എന്ന വിലകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഈ സീക്വൻസിൽ ആ ഒരു പൊസിഷനിലുള്ള നമ്പേഴ്സ് എന്തായിരിക്കും? എണ്ണൽ സംഖ്യയായിരിക്കും. അത് 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളായിരിക്കും. 1, 2, 3 അങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം n+1 = 6, 12, 18 etc. n = 5, 11, 17 etc. Therefore, if we take n = 5, 11, 17 etc. then n+1/6 gives all natural numbers. 5, 11, 17 എന്നിങ്ങനെ വില കൽപ്പിച്ചാൽ n+1/6 എല്ലാ എണ്ണൽ സംഖ്യകളും തരുന്നു. gives all natural numbers. അപ്പൊ ഈ വിലകൾ കൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. കാരണം പൊസിഷൻ അങ്ങനെ നീണ്ടുപോകുന്ന, അനന്തമായി നീണ്ടുപോകുന്ന ശ്രേണിയാണ്. അപ്പൊ അവിടെ 5ാമത്തെ പൊസിഷൻ ഉണ്ട്, 11ാമത്തെ പൊസിഷൻ ഉണ്ട്, 17ാമത്തെ പൊസിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ എണ്ണൽ സംഖ്യകളും അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെഴുതാം? അതുകൊണ്ട് therefore this sequence contains all natural numbers. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25-ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even number. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കും. അപ്പൊ നമ്മൾ ആദ്യം എഴുതാം xn അല്ലെ, ഓൾജിബ്രിക് ഫോം എഴുതും. xn = an + b. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 2/3 എന്ന്. സോ 2/3n + b കണ്ടുപിടിക്കണം. b എങ്ങനെ കാണും? b = ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ടേം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 1/3 എന്ന്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 2/3 മൈനസ് ചെയ്യും. സോ ഇത് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് ഈസിയാണ്. അതിന്റെ ആൻസറിലും അതേ ഡിനോമിനേറ്റർ തന്നെയായിരിക്കും. പിന്നെ ന്യൂമറേറ്ററിൽ 1 - 2 ചെയ്താൽ മതി. 1 - 2 - 2. സോ നമുക്ക് b എന്ത് കിട്ടും? -1/3. ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് xn = 2/3n + -1/3 എന്നാണ്. ഇതിനെ എങ്ങനെ എഴുതാം? xn = 2/3n പ്ലസും മൈനസും വന്നാൽ അതെന്തായി? മൈനസായി. -1/3. അപ്പൊ 2/3n എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? 2n/3 എന്ന് എഴുതാം. 2n/3 - 1/3 ഒരേ ഡിനോമിനേറ്റർ ആണ്. സോ അതേ ഡിനോമിനേറ്റർ തന്നെ ആൻസറിൽ എഴുതാം. ഒറ്റ ഫ്രാക്ഷൻ ആയിട്ട് ഇതിനെ എഴുതാം. ന്യൂമറേറ്റർ ഒപ്പം എങ്ങനെ എഴുതാം? 2n - 1. ഇതാണ് ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. അപ്പൊ ഇവിടെ നോക്ക്, ഈ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസിൽ 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഞാൻ ഈ ഓഡ് നമ്പറായിട്ട് കണക്ട് ചെയ്തത് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസിലെ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഒരു ഈവൻ നമ്പർ പോലും ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പൊ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. മുകളിലുള്ള 2n-1 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കും? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ 2n-1 എന്ന് പറഞ്ഞ നമ്പറിന്? നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ കണ്ടു 2n+1 എടുക്കുമ്പോ എന്നിന് ഏത് വാല്യൂ കൽപ്പിച്ചാലും നമുക്കത് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് 2ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഡ് നമ്പർ ആണ്. ആണല്ലോ, 2ന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്ത് നോക്കിയാലും അതിനോടുകൂടി 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ 2n-1ന്റെ മീനിങ് എന്താ? 2ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന നമ്പർ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 2ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ എടുത്ത് നോക്ക്, അതിൽ നിന്ന് 1 കുറച്ചു നോക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഓഡ് നമ്പർ തന്നെയായിരിക്കും. ആണല്ലോ, 2ന്റെ ഒരു മൾട്ടിപ്പിൾ എടുത്ത് നോക്ക്, 2ന്റെ ഒരു മൾട്ടിപ്പിൾ 18 എടുക്കുക. 18 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 × 9 ആണ് 18. ആ 18ൽ നിന്ന് 1 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 17 ആണ്. അത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണ്. 17നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഓഡ് നമ്പർ ആണ്. അപ്പൊ നമുക്കിപ്പോ ഇവിടെ കിട്ടിയതില് ന്യൂമറേറ്ററും ഓഡ് നമ്പറേ ആവുള്ളൂ, ഡിനോമിനേറ്റർ 3 എന്ന് പറയുന്നതും ഓഡ് നമ്പർ. അപ്പൊ ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ എന്ത് ടൈപ്പ് നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക? അതായത് 3ന്റെ മൾട്ടിപ്പിളായ ഓഡ് നമ്പേഴ്സിനെ, എണ്ണൽ സംഖ്യകളാണ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ 2n-1 3ന്റെ മൾട്ടിപ്പിളായ ഒരു ഓഡ് നമ്പർ ആയാൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടും. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് ആയ ഓഡ് നമ്പേഴ്സ് നോക്കിയാൽ മതി. 3ന്റെ മൾട്ടിപ്പിൾസ് ആയ ഓഡ് നമ്പേഴ്സ് ഏതാ? 3. 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ഓഡ് നമ്പർ ആണ്. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ എന്താ? 6. ഓഡ് നമ്പർ അല്ല, അപ്പൊ അത് എഴുതണ്ട. അടുത്തത് 9 ആണ്. 9 എന്ന് പറയുന്ന ഓഡ് നമ്പറുമാണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ വരിക 12 ഈവൻ നമ്പർ ആണ് അല്ലെ? കാരണം നമ്മൾ പറഞ്ഞു ഈ മുകളിലത്തെ നമ്പർ എന്തായാലും എന്തേ ആവുള്ളൂ? ഓഡ് നമ്പർ. അപ്പൊ അതൊരിക്കലും 12 ആവില്ല. അപ്പൊ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോകുമ്പോൾ നമുക്ക് 15 വരും. പിന്നെയോ 21 വരും. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സീക്വൻസിന് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്. അപ്പൊ 3, 9, 15, 21 ഓഡ് മൾട്ടിപ്പിൾസ്, എന്താ പറയുക, 3ന്റെ മൾട്ടിപ്പിൾസ് ആയ ഓഡ് നമ്പേഴ്സ് ഇതാ വരും. ഈ ഓരോ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറാ കിട്ടുക? 3/3 അല്ലെ? 2n-1 3 ആകുമ്പോൾ 3/3 ചെയ്യുമ്പോൾ 1 ആ കിട്ടുക. 9/3 ചെയ്യുമ്പോൾ 3 കിട്ടും. 15/3 ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലെ? ഇവിടെ നോക്കി ഓരോ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3/3 1, 9/3 3, 15/3 5, 21/3 7. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? ഈ കിട്ടിയ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ഇവിടെ കിട്ടും. ഈവൻ നമ്പേഴ്സ് കിട്ടാത്തതിന് കാരണം എന്താണ്? ഒരു ഓഡ് നമ്പറിനെ 3ന്റെ മൾട്ടിപ്പിളായ ഓഡ് നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയാണ് എണ്ണൽ സംഖ്യകൾ കിട്ടുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുക, ഈവൻ നമ്പർ കിട്ടും. നമുക്ക് റീസൺ എഴുതാം. ന്യൂമറേറ്റർ, അതായത് അംശം 2n-1 is an odd number, ഒറ്റ സംഖ്യയാണ്. ഡിനോമിനേറ്റർ, ഛേദം എന്താണ്? 3 is also an odd number. അതും എന്താണ്? ഓഡ് നമ്പർ ആണ്. Now odd numbers as multiple of 3. 3ന്റെ ഗുണിതങ്ങളായ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 9, 15,
21 എക്സെട്ര എന്നിങ്ങനെയാണ്. ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ്, ഈ ഓരോ നമ്പറിനെയും is divided by 3 gives all odd numbers 1, 3, 5, 7, etc. For this sequence contains all odd numbers but no even number. Even number കിട്ടുന്നേ ഇല്ല, നമുക്ക് odd numbers കിട്ടുന്നുള്ളൂ. സോ നമുക്ക് അവിടെ എഴുതാൻ ഡയറക്റ്റ് ആയിട്ട് this sequence contains all odd numbers but no even number. അടുത്ത question number 5, page number 25. Prove that the squares of all the terms of the arithmetic sequence 4, 7, 10, etc. belong to the sequence. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തവണ SSLC എക്സാമിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4, 7, 10, etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാ വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെയുണ്ട് എന്ന് തെളിയിക്കുക. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സീക്വൻസിന്റെ ഒരു സ്വഭാവമാണ്. ദാറ്റ് മീൻസ് ആൾജിബ്രിക് ഫോം. xn is equal to an plus b. That is xn is equal to a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. തന്ന സീക്വൻസിൽ 4, 7, 10 എന്ന സീക്വൻസിലെ പൊതുവ്യത്യാസം എന്താണ്? 3 ആണ്. പൊതുവ്യത്യാസം കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ നമുക്ക് 3 കിട്ടും. 3n. b കിട്ടണമെങ്കിൽ 3നോട് ഏത് നമ്പർ കൂട്ടിയാൽ 4 കിട്ടും? 1 കൂട്ടിയാൽ. സോ നമുക്ക് എന്ത് കിട്ടും? 3n plus 1. ഇനി നിങ്ങൾ ഈ ടേംസിലെ എല്ലാ സംഖ്യകളുടെ സ്വഭാവം പറയാൻ കഴിയുമോ? ഇതിലുള്ള ഈ സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിയാൽ കിട്ടുന്നതാണ്. This all the terms of this sequence are 1 added to the multiple of 3. 3ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ഈ ശ്രേണിയിലെ ഓരോ പദവും. അപ്പൊ ഇതിന്റെ സ്ക്വയർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഒരു ടേമിന്, അത് 4 എന്ന് പറഞ്ഞ ടേം ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ഇതിനകത്തുണ്ട്. അതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ 16 ഈ ടേമിലുണ്ട്. 7ന്റെ വർഗമായ 49 ഈ ടേമിലുണ്ട്. 10ന്റെ വർഗമായ 100 ഈ ടേമിലുണ്ട്. അങ്ങനെ എല്ലാ ടേമും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. അപ്പൊ ഓരോ ടേമിന്റെ സ്വഭാവം കാണിച്ചിട്ടുള്ള ആൾജിബ്രിക് ഫോം നമുക്ക് ഇവിടെ കിട്ടി. എന്താണ്? xn എന്ന് പറഞ്ഞാൽ 3n plus 1. അപ്പോൾ ഇതിന്റെ സ്ക്വയറിനും ഇതേ സ്വഭാവമാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്താണ് സ്വഭാവം? 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതാണ് ഇതിലെ ഓരോ നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ സ്ക്വയറിനും അതേ സ്വഭാവമാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് കാണുന്നു? xn സ്ക്വയർ കാണുന്നു. സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേം. സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേം. ഇത് ഓരോ ടേമിനെയും പ്രതിനിധീകരിക്കുന്നതാണ് xn ആണല്ലോ. ഇതിന് 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ നമ്പർ കിട്ടുക. 2 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പദം കിട്ടും. 3 കൊടുക്കുമ്പോൾ മൂന്നാമത്തെ പദം കിട്ടും. സോ ഓരോ ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ xn. സോ സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ടേം xn സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3n plus 1 സ്ക്വയർ. 3n plus 1 the whole square. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി. അവിടെ നമ്മൾ a plus b the whole square പഠിച്ചിട്ടുണ്ട്. എന്താണ് a plus b the whole square? a square plus 2ab plus b square ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്കുള്ളത് 3n plus 1 the whole square എന്നാണ്. ഇത് ഇതേ ഫോമിലുള്ളതാണ് ആണല്ലോ. എയുടെ സ്ഥാനത്ത് 3n എന്നും ബിയുടെ സ്ഥാനത്ത് 1 എന്നും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിനെ വിപുലീകരിക്കാൻ പറ്റും. അപ്പൊ എയുടെ സ്ഥാനത്ത് 3n ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. സോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3n സ്ക്വയർ ആണല്ലോ. പ്ലസ് ഈ 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 3n
ഇൻറ്റു ബി, ബിയുടെ സ്ഥാനത്ത് 1 ആണല്ലോ, പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഈ രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ 3n സ്ക്വയർ എന്താ? 3ന്റെ വർഗം ഇൻറ്റു എന്നിന്റെ വർഗം, അങ്ങനെ എടുക്കും. അപ്പൊ 3ന്റെ സ്ക്വയർ 9, 3 ഇൻറ്റു 3 എന്നർത്ഥം. n സ്ക്വയർ തന്നെ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 3 6, പിന്നെ 2 ഇൻറ്റു 3 ഇൻറ്റു 1 ആണ്, അത് 6, പിന്നെ n ഒരു n മാത്രമുള്ളവിടെ n, പ്ലസ് 1 സ്ക്വയർ 1. അപ്പൊ നമ്മൾ അതിന്റെ വർഗത്തിന്റെ സ്വഭാവം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതേ സീക്വൻസ് തന്നെ ആക്കണമെങ്കിൽ 3ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിയാലാണോ ഇത് കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ 1 കൂട്ടുക എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, പ്ലസ് 1 ആണല്ലോ. അപ്പൊ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 3ന്റെ മൾട്ടിപ്പിൾസിലെല്ലാം 3 ഘടകമാണ് അല്ലെ, 3 ഫാക്ടറാണ്. അപ്പൊ 9ല് 3 ഫാക്ടറാണ്, 6ലും 3 ഫാക്ടറാണ്. കാരണം 9, 6 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഈ 2 നമ്പേഴ്സിൽ നിന്ന് നമുക്ക് 3നെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും, കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 9n സ്ക്വയർ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അർത്ഥം. 9n സ്ക്വയറിനെ 3 പുറത്തേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ബാക്കി, പിന്നെ n സ്ക്വയർ, പ്ലസ് 6n നിന്ന് 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? അതായത് 6n 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2n പ്ലസ് 1. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു പദം എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കും. 3 ഇൻറ്റു ഏത് ടേമും 3ന്റെ ഗുണിതമാണ് ആണല്ലോ. 3 ഇൻറ്റു ഏത് നമ്പറും 3ന്റെ ഗുണിതമാണ്. അപ്പൊ ഇതിലുള്ള നമ്പേഴ്സ് എല്ലാം 3ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയ നമ്പറാണ് എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ എല്ലാ ഈ ഓരോ നമ്പേഴ്സിന്റെയും വർഗങ്ങൾ, കാരണം ഓരോ നമ്പറിനെ xn എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ വർഗം എന്ന് പറയുന്നതിനും അതേ സ്വഭാവമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ ആ വർഗവും എവിടെയുണ്ട്? സീക്വൻസിൽ ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഐ എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് 1 added to the multiple of 3. 1 added to the multiple of 3. അപ്പൊ ഇവിടെ 1 3ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് അതിന്റെ വർഗത്തിന്റെ സ്വഭാവം. അത് ആ ശ്രേണിയുടെ പൊതു സ്വഭാവമാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതുകൊണ്ട് സ്ക്വയേഴ്സ് ഓഫ് all terms of the sequence belong to the sequence. അതുകൊണ്ട് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാ വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട്. ആറാമത്തെ ചോദ്യം, പേജ് നമ്പർ 25. Prove that the arithmetic sequence 5, 8, 11, etc. contains no perfect squares. 5, 8, 11 എന്നിങ്ങനെയുള്ള സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നുമില്ല എന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ ഒരു പൂർണ്ണവർഗവും ഇല്ല എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാം, xn എഴുതാം. ഈ ഓരോ നമ്പറിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാം. xn എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവും. xn എന്ന് പറഞ്ഞാൽ an പ്ലസ് b ആണ്. ദാറ്റ് ഈസ് xn ഇസ് ഈക്വൽ ടു a ഈസ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. തന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 8 മൈനസ് സമാന്തര ശ്രേണിയാണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 മൈനസ് 5 3n പ്ലസ്, ഇനി ബി ചെയ്യണമെങ്കിൽ, ബി കണ്ടുപിടിക്കണമെങ്കിൽ 3നോട് എന്ത് കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുക നോക്കിയാൽ മതി. 5 കിട്ടണമെങ്കിൽ 3നോട് 2 കൂട്ടും. അപ്പോൾ ഈ ശ്രേണിയിലെ സംഖ്യകളുടെ എല്ലാം സ്വഭാവം എന്താണ്? 3n പ്ലസ് 2 ആണ്. അതായത് 3ന്റെ ഗുണിതങ്ങളോട് 2 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ഈ ശ്രേണിയിലെ എല്ലാ സംഖ്യകളും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളിവിടെ തെളിയിക്കേണ്ടത് ഈ ടേമില്, അതായത് ഈ സീക്വൻസിൽ ഒരു പൂർണ്ണവർഗങ്ങളും ഇല്ല എന്ന്.
അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ തന്ന ഓരോ പദങ്ങളുടെ വർഗങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒന്നുമില്ല എന്നാണ് നമുക്ക് പ്രൂവ് ആണല്ലോ. അപ്പൊ എക്സ് എൻ സ്ക്വയർ നോക്ക്. എക്സ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3n+2 അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത a+b² സമം a²+2ab+b² എന്ന രൂപത്തില് ഇതിനെ വിപുലീകരിക്കും. എയുടെ സ്ഥാനത്ത് 3n, ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ a² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3n² + 2ab 2 × 3n × b + b² 2². 3n² എന്താ? 9n² ആണ്. പ്ലസ് ഇവിടെ എന്ത് വരും? ബിയുടെ സ്ഥാനത്ത് ഇവിടെ 2. അപ്പൊ 2 × 3 6, 6 × 2 12. 12n + 2² 4. മനസ്സിലായോ? ഇനി 4നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 3ന്റെ ഗുണിതങ്ങളോട് വേണം കണക്ട് ചെയ്യാൻ. അപ്പൊ 9n² + 12n + 4നെ 3ന്റെ ഗുണിതങ്ങളുടെ രൂപത്തിൽ എഴുതണമെങ്കിൽ 3 + 1 മാറ്റിയെടുക്കും. കാരണം അവിടെ 3ന്റെ ഗുണിതം അവിടെ കിട്ടി. അപ്പൊ ഈ 3 ടേംസ് നോക്ക്. ഈ 3 ടേംസിലും 9 3ന്റെ ഗുണിതമാണ്, 12 3ന്റെ ഗുണിതമാണ്, 3 3ന്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ 3 കോമൺ ഫാക്ടറാണ്. ആ 3 നമുക്ക് പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്ത് കിട്ടും? 9ൽ നിന്ന് 3 പോയാൽ 9 / 3 3 3n². 12n/3 4n. 3/3 1 + 1. ഈ സ്വഭാവമാണ് ഇതിലെ നമ്പേഴ്സിന്റെ ഒക്കെ വർഗത്തിന് ഉണ്ടാവും, സ്ക്വയേഴ്സിന് ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? 3ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിയാൽ കിട്ടുന്ന സ്വഭാവത്തിലാണ് അതിന്റെ വർഗങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് തന്ന സീക്വൻസിൽ, നമുക്ക് തന്ന അരിത്മെറ്റിക് സീക്വൻസിൽ ഉണ്ടോ? തന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ സ്വഭാവമാണോ വർഗസംഖ്യകൾക്ക്, പൂർണ്ണവർഗസംഖ്യകൾക്ക് ആ സ്വഭാവമാണോ ഉള്ളത്? തന്ന ശ്രേണിയുടെ സ്വഭാവം എന്താ? 3ന്റെ മൾട്ടിപ്പിളിനോടുകൂടി 2 ആണ് കൂട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 3ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടി കിട്ടുന്നതാണ് വർഗത്തിന്റെ സ്വഭാവം. അപ്പോൾ അത് ആ സീക്വൻസിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെഴുതാം? ദാറ്റ് ഈസ് 1 added to the multiple of 3. Therefore 3 × 3n² + 4n + 1 + 1 അത് is not a term of the sequence. Therefore this arithmetic sequence contains no perfect squares. ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 7, പേജ് നമ്പർ 25, 25ാം പേജിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ. Write the all numbers in the arithmetic sequence 11/8, 14/8, 17/8, etc. Do they form an arithmetic sequence? 11/8, 14/8, 17/8 എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണി ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എന്താ പറയാ, ഒരു ഹോൾ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ 11/8, 14/8, 17/8 അങ്ങനെയാകുമ്പോൾ അടുത്തത് ഡിഫറൻസ് നോക്കിയത് എല്ലാത്തിലും ഡിനോമിനേറ്റർ 8 ആണ്. ന്യൂമറേറ്ററിൽ 3 കൂട്ടി കൂട്ടി വരികയാണ്. അപ്പൊ 20/8, 23/8 അങ്ങനെ പോവാം. അപ്പൊ അതിനേക്കാളും നല്ലത് എന്ത് ചെയ്യാം? ആൾജിബ്രിക് ഫോം എഴുതാം. ഈ സീക്വൻസിലെ നമ്പേഴ്സിന്റെ പൊതു സ്വഭാവം. സോ xn is equal to an plus b. So xn is equal to a. A എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും?
an plus b. Okay, a is equal to common difference. Common difference എങ്ങനെ കാണാം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. കാരണം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ x2 സെക്കൻഡ് ടേം 14/8 ആണ്, ഫസ്റ്റ് ടേം 11/8 ആണ്. ഒരേ ഡിനോമിനേറ്റർ, ഛേദം തുല്യമാണ്. സോ അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്ററിൽ 14 മൈനസ് 11 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. സോ കോമൺ ഡിഫറൻസ് 3/8 കിട്ടും. അതായത് a സമം 3/8. ഇനി നമുക്ക് b കണ്ടുപിടിക്കാം. b കാണണമെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം 11/8 ആണെന്ന് കണ്ടാൽ അറിയാം. മൈനസ് കോമൺ ഡിഫറൻസ് ഇപ്പൊ നമുക്ക് കിട്ടി 3/8. അപ്പൊ 11 മൈനസ് ഒരേ ഡിനോമിനേറ്റർ 8, 11 മൈനസ് 3 8, 8/8 1. അപ്പൊ ബിയുടെ വാല്യൂ 1 ആണ്. Therefore, algebraic form xn is equal to 3/8n. an plus b ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാൽ 3/8 ആണ്. അപ്പൊ 3/8n plus 1. സോ ഇതാണ് algebraic form. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഹോൾ നമ്പേഴ്സ് ആണ്, പൂർണ്ണസംഖ്യകളാണ്. പൂർണ്ണസംഖ്യ കാണണമെങ്കിൽ ഇവിടെ നോക്കുക, 3/8 ഇൻറ്റു n ആണ്. അപ്പം n ഏതൊക്കെ നമ്പേഴ്സ് ആയാലാണ് ഇതൊരു പൂർണ്ണ സംഖ്യയാവുക? n മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. കാരണം ഇവിടെ താഴെ 8 ഉണ്ട്. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം n. എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 8ന്റെ ഗുണിതങ്ങളാണ്. സോ n എന്താവാം? 8ന്റെ മൾട്ടിപ്പിൾസ് ആവാം. അപ്പൊ നമുക്ക് എഴുതാം, if n is a multiple of 8, then terms become whole numbers. അപ്പൊ ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമുക്ക് n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 8 കൊടുക്കാം. അപ്പൊ x8 എന്താവും? 3/8 ഇൻറ്റു 8 പ്ലസ് 1. 8 8 ക്യാൻസൽ ആക്കാം. ബിക്കോസ് 8/8 1 ആണ്. സോ നമുക്കിവിടെ 3 പ്ലസ് 1 4 കിട്ടും. സോ ഈ സീക്വൻസിലെ ആദ്യത്തെ ഹോൾ നമ്പർ, അതായത് പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. ഇനി രണ്ടാമത്തെ പൂർണ്ണസംഖ്യ കാണണമെങ്കിൽ 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ കൊടുക്കുക. 8ന്റെ അടുത്ത മൾട്ടിപ്പിൾ 16 ആണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/8 ഇൻറ്റു 16 പ്ലസ് 1. അപ്പൊ 16/8 2 വരും. 16നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. സോ 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 6, 6 പ്ലസ് 1 7. സോ രണ്ടാമത്തെ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ പൂർണ്ണസംഖ്യ 7 ആണ്. മൂന്നാമത്തെയും കൂടെ കണ്ടുപിടിക്കാം. അടുത്ത ഏതാണ്? 8ന്റെ മൾട്ടിപ്പിള് 3 ഇൻറ്റു 8 24 ആണ്. സോ 3/8 ഇൻറ്റു 24 പ്ലസ് 1. അപ്പം 24/8 3 വരും. 3 ഇൻറ്റു 3 9, 9 പ്ലസ് 1 10 വരും. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ സീക്വൻസ് ഓഫ് ഹോൾ നമ്പർ ടേംസ് കിട്ടി. Therefore, sequence of whole number terms, അതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. whole number terms. 4 7 10 എക്സെട്ര. ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് സമാന്തര ശ്രേണിയാണ്, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന്. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? x2 മൈനസ് x1 ചെയ്യുമ്പോൾ 3 കിട്ടും. x3 മൈനസ് x2 ചെയ്യുമ്പോൾ 3 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഇതൊരു സമാന്തര പൊതുവ്യത്യാസം 3 ആയ ഒരു സമാന്തര ശ്രേണിയാണ് ഇത് എന്നും കൂടെ എഴുതുക.